ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് വാട്ട്സ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അടുത്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോണതെന്ന്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. കാണുന്ന എല്ലാവർക്കും എല്ലാ മെസ്സേജസും ഒരുപോലെ റെസണേറ്റ് ആകണം എന്നില്ല. കളക്റ്റീവാണ്, പിന്നെ ടൈംലെസ് വീഡിയോ ആണ്. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ലൈഫിൽ അടുത്തതായി സംഭവിക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ അത് മനസ്സിൽ വെക്കുക കേട്ടോ. എല്ലാവരുടെയും സിറ്റുവേഷൻസ് ഒരുപോലെ അല്ല, വ്യത്യസ്തമായിരിക്കും. അത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ റീഡിങ് കാണുക. ഹെർമിറ്റിൻ്റെ എനർജിയാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. എവേക്കണിങ്, കിങ് ഓഫ് ഫയർ, റിലീസ്, ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. നമുക്ക് ബോട്ടം ഏതാണെന്ന് നോക്കാം. നൈറ്റ് ഓഫ് ഫയർ ആണ് ബോട്ടം വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഹെർമിറ്റ് കാർഡാണ്. അപ്പോൾ ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ലൗകികമായ ആ ഒരു ഇതിൽ നിന്നും കുറച്ചുകൂടി മാറി ഒന്ന് സ്പിരിച്വൽ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇപ്പോഴേ നിങ്ങളുടെ ആഗ്രഹം അതായിരിക്കും. ഈ കുറേ കാര്യങ്ങൾ, നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ എടുക്കുന്ന ആൾക്കാർ എപ്പോഴും ചിന്തിക്കുന്നതായിരിക്കും ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ടൊന്ന് സമാധാനമായിട്ടിരിക്കണമെന്ന്. അപ്പോൾ നമ്മളുടെ പുറത്ത് എന്ത് സംഭവിച്ചാലും നമ്മളുടെ ഉള്ളിനെ അത് ബാധിക്കുന്നേ ഇല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആകാൻ പറ്റും. കുറച്ച് നെക്സ്റ്റ് സ്റ്റെപ്പ് അതായിരിക്കണം നിങ്ങളുടെ ലൈഫിൽ. കാരണം ഇതിൽ തൊട്ടടുത്ത് വന്നിട്ടുള്ളതൊരു എവേക്കണിങ് എന്ന് പറയുന്നൊരു കാർഡാണ്. അപ്പോൾ ഇത് ഒരു ഹാങ്ഡ് മാനാണ്. അപ്പം നിങ്ങൾ ഈ നിങ്ങളുടെ ലൈഫിൽ ഈ പാസ്റ്റിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങൾക്കും ഉള്ള ഉത്തരം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വരുന്നത് അല്ലെങ്കിൽ വന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമാണ്. ഈ വന്ന എല്ലാ കാര്യങ്ങളും എത്ര പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചതെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് ശരിക്കും ആ ഒരു പെയിൻ റിലീസ് ചെയ്ത് നിങ്ങൾക്ക് വേറൊരു പെർസ്പെക്റ്റീവിലൂടെ നിങ്ങളുടെ ജീവിതത്തെ കാണാൻ പറ്റുന്ന ഒരു സമയമാണ്. കാരണം നിങ്ങൾ ശരിക്കും ഒരു ബ്രോഡായിട്ട് ചിന്തിക്കാൻ തുടങ്ങും എന്നാണ് കാണുന്നത്. കാരണം ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. എന്താണ് ജീവിതം, അല്ലെങ്കിൽ ഈ പുറത്തുള്ള കാര്യങ്ങളിലൊന്നും ഒന്നുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ് ഈ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ സ്പിരിച്വലി ഒരു ശരിക്കും ഒരു എൻലൈറ്റ്മെൻറ്റിലേക്ക് പോകുന്നൊരു സമയമാണ്. നിങ്ങളുടെ കുണ്ടലിനിയൊക്കെ ഒന്ന് റൈസ് ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാട്ടോ. ഈ കുണ്ടലിനി റൈസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ഈസി ആയിട്ട് സംഭവിക്കുന്ന കാര്യമല്ല. പിന്നെ ചിലർക്ക് മാത്രമാണ് അത് നിങ്ങൾക്കത് എവേക്കണായി എന്ന് പോലും ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റാതെ അത് സംഭവിക്കുന്നത്. കുറച്ച് ആൾക്കാർക്ക് അങ്ങനെയുണ്ട്. പിന്നെ നിങ്ങളുടെ ഈ ഒരു സമയം എന്ന് പറയുമ്പം ആ പാസ്റ്റിലെ ആ ഒരു ടഫായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഹീൽ ചെയ്ത് അതൊന്നും വലിയ കാര്യമല്ല എന്ന് നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ തോന്നി തുടങ്ങും. പിന്നെ ഒറ്റപ്പെട്ടിരിക്കാനും ഒറ്റയ്ക്ക് സഞ്ചരിക്കാനും ഒക്കെ ഉള്ളൊരു ആ കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുമെന്നുള്ളതാണ്. ഒറ്റയ്ക്ക് യാത്രകൾ ആകട്ടെ, അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യവും മറ്റൊരാളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതൊക്കെ മാറ്റി വെച്ച്
നമുക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വരും. ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ഒരു മനുഷ്യരുടെ എനർജി നിങ്ങൾക്ക് മാച്ച് ആകുന്നില്ല എന്നൊക്കെ ഉള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോഴേ അത് തോന്നിയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ കൊളീഗ്സോ ഈവൻ വീട്ടിലോ ഒക്കെ തന്നെ മറ്റുള്ളവരുടെ എനർജി എന്തുകൊണ്ടാണ് എനിക്ക് കണക്റ്റ് ആകാത്തത്, അല്ലെങ്കിൽ എനിക്കത് ആ ഒരു എനർജിയിൽ ബാലൻസ് ആകാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് ഇപ്പോഴേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾക്കത് മനസ്സിലാകും എന്തുകൊണ്ടാണ്. അപ്പം നിങ്ങളുടെയും അവരുടെയും എനർജി ലെവൽ വളരെയധികം വ്യത്യാസമാണ്. സ്പിരിച്വൽ ശരിക്കും ഒരു സ്പിരിച്വൽ പാത്തിൽ സംഭവിക്കുന്നവരുടെ എനർജി ലെവൽ വേറെയാണ്, സാധാ മനുഷ്യരുടെ എനർജി ലെവൽ വേറെയാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് കൂടുതൽ പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇത് ആര് തന്നെ ആയാലും, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ ലവറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സോ, നിങ്ങൾ ആര് തന്നെ ആയാലും ഈ ഒരു എനർജിയായിട്ട് നിങ്ങൾക്ക് മാച്ച് ആകാൻ പറ്റണില്ല എന്നൊരു വിഷമം നിങ്ങൾക്ക് തോന്നും. പക്ഷെ അത് മനസ്സിലാക്കുക, നിങ്ങൾ പുറത്ത് ഇപ്പം നമുക്ക് എല്ലാവരും ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കണം. അത് അങ്ങനെ ബാലൻസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കൂടുതൽ നിങ്ങളിലേക്ക് തന്നെ ഒതുങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒതുങ്ങിപ്പോകുമ്പം മറ്റുള്ളവരെല്ലാവരും നിങ്ങളെ വിട്ടിട്ട് പോകണം എന്നൊരു തോന്നൽ വരും. കാരണം അവരുടെ അഭിപ്രായങ്ങളോ അവരുടെ ആറ്റിറ്റ്യൂഡോ ഒന്നും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വന്നു കഴിയുമ്പം നിങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന് വിശ്വസിച്ചിരുന്ന ആൾക്കാരൊക്കെ നിങ്ങളിൽ നിന്ന് പതിയെ അങ്ങ് മാറിപ്പോകും. അപ്പോൾ അത് ഒന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു കാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട അവസ്ഥ വരും കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിൽ. പിന്നെ കിങ് ഓഫ് ഫയറിൻ്റെ എനർജിയാണ്, കിങ് ഓഫ് ഫാൻസിൻ്റെ എനർജിയാണിത്. ശരിക്കും നിങ്ങളിൽ തന്നെ ഇൻസ്പയർഡ് ആകും എന്നാണ് കാണുന്നത്. മറ്റുള്ളവരിൽ എന്നതിലുപരി നിങ്ങളുടെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു സന്തോഷവും ഒക്കെ തോന്നും എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാകും. മറ്റുള്ളവരെന്തോ പറഞ്ഞോട്ടെ, അതൊന്നും നിങ്ങൾക്ക് പ്രശ്നമേ അല്ല. നിങ്ങൾക്ക് നിങ്ങളിൽ വളരെ ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റും എന്നാണ് കാണുന്നത്. പിന്നെ റിലീസാണ് വന്നിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ എൻഡാകും എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ നിങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ അത് എൻഡിങ് വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഇതിൽ എൻഡിങ്സ് ആണ് കാണുന്നത്, റിലീസ്. നിങ്ങളുടെ പെയിൻ ആയിരിക്കാം, നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾ ഹോൾഡ് ചെയ്തിരുന്ന പെയിൻ ആയിരിക്കാം. ഇത് ചിലപ്പോൾ ഒരു കാർമിക് റിലേഷൻഷിപ്പ് ആയിരിക്കാം കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്തിരുന്ന കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ എത്ര പെയിൻ അതൊന്ന് കിട്ടിയാലും ഇതെൻ്റെ സന്തോഷവും കൂടിയാണ് എന്ന് നിങ്ങൾ വിചാരിച്ചത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന കാര്യം. അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾ റിലീസായി പോകുന്നുണ്ടായിരിക്കും. അത് നിങ്ങളുടെ തോന്നലായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ കംഫർട്ട് സോൺ ആയിരിക്കും ആ ഒരു റിലേഷൻഷിപ്പ്. കാരണം പുറത്തുനിന്ന് എങ്ങൊന്നും കിട്ടാത്ത, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത പല കാര്യങ്ങളും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് സന്തോഷമായിരിക്കാം. കാരണം നിങ്ങൾക്ക് മറ്റാരിലും കാണാത്ത കാര്യം, അല്ലെങ്കിൽ എല്ലാവരിലും മിസ് ചെയ്യുന്ന പോയിന്റ് എവിടെയോ കണക്റ്റ് ആകുന്ന ഒരു വ്യക്തി ആയിരുന്നിരിക്കും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. പക്ഷെ അതൊരു കാർമിക് ആയിരുന്നിരിക്കാം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് നിങ്ങൾ മാത്രം അവകാശപ്പെടുന്ന ഒരു കാര്യമായിരിക്കും അത്. ചിലപ്പോൾ അത് ഒരു സ്വാർത്ഥത പോലെ നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കാം. കാരണം നിങ്ങളുടെ ആഗ്രഹങ്ങൾ വേറെ എല്ലായിടത്തും നിഷേധിക്കപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് കിട്ടിയൊരു കാര്യമായിരിക്കും. അപ്പോൾ ആ ഒരു കംഫർട്ട് സോണിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് വരാൻ പറ്റാതെ നിങ്ങളതിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഒരുപാട് പെയിൻ കിട്ടിയിട്ടും അത് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ താല്പര്യമില്ലാതിരുന്നുവെങ്കിൽ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടുത്ത ആ ഒരു സ്റ്റെപ്പിൽ നിങ്ങളത് എൻഡ് ആക്കുന്നു എന്നാണ്. അതൊന്ന് നിങ്ങൾ റിലീസാകുന്നു എന്നാണ് കാണുന്നത്. ട്രാൻസ്ഫോർമേഷനാണ്, ഒരു പരിവർത്തനം സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ വീണ്ടും അവേക്കണിങ്, അതും പരിവർത്തനമാണ് സംഭവിക്കുന്നത്. ശരിക്കും ഈ ഹെർമിറ്റ് എന്ന് പറയുന്നതും അതൊരു പരിവർത്തനമാണ്. കാരണം നിങ്ങൾ ഒരു സെൽഫ് ഡിസ്കവറി നടത്തുന്ന സമയമാണ്. നിങ്ങളിലേക്ക് തന്നെ കൂടുതൽ ഒതുങ്ങുന്ന ഒരു സമയമാണ്. അപ്പം നിങ്ങളുടെ സോൾ പർപ്പസ് കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുകയും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ
കൂടുതൽ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു ഫ്രീഡം നിങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. കണ്ടെത്തുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾ ആ ഫ്രീഡത്തിൽ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ഒരു ആഗ്രഹം ഇപ്പോൾ നിങ്ങൾ പാസ്റ്റിലും അത് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു ആഗ്രഹം ഈ സമയം നിങ്ങൾക്ക് ചിലപ്പം അത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരോ ഇത്രയും സ്പിരിച്വൽ അല്ല എങ്കിൽ, അപ്പോൾ എല്ലാ കാര്യത്തിലും നിങ്ങളെ എതിർത്തിരുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ അത് കടിച്ചമർത്തി ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾ അതിൽ നിന്നൊരു ഫ്രീഡം എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് പുറത്തു പോകുന്ന പോലത്തെ ഒരു അവസ്ഥയാണുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവർ ഈ ഫ്രീഡം നിങ്ങൾക്ക് അനുവദിച്ച് തരുന്നതായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവരോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോ ഇത്രയും കാലം അത് നിങ്ങൾക്ക് നിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഈ സമയം അവർ വിചാരിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ സന്തോഷത്തിനനുസരിച്ച് നിങ്ങൾ ജീവിച്ചോട്ടെ, അപ്പം നിങ്ങളുടെ കാര്യത്തിലൊന്നും ഇടപെടണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട്. അപ്പോൾ ഫ്രീഡം കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് ലവേഴ്സ് കാർഡാണ്. അപ്പോൾ അതിൽ ഈ റിലീസാവുമ്പോൾ നിങ്ങളുടെ ആ കാർമികമായിട്ടുള്ള സിറ്റുവേഷൻസ് റിലീസാവുമ്പോൾ യഥാർത്ഥത്തിലുള്ള നിങ്ങളുടെ ആ ഒരു സോൾമേറ്റ് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയി വരുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾ ഈ ഒരു കാർമികമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരുന്ന ആ കാർമികമായിട്ടുള്ള ടൈസ് എല്ലാം നിങ്ങൾ തന്നെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കാം. നിങ്ങളത് തിരിച്ചറിഞ്ഞു. നിങ്ങൾക്ക് അതിന്ന് പുറത്ത് കിടക്കണം എന്ന് ആഗ്രഹിച്ച് ചിലപ്പോൾ നിങ്ങൾ ഒട്ടിപ്പിടിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ, ഈ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂല എന്ന് നിങ്ങൾ ഒട്ടിപ്പിടിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങൾ അതിന്ന് പുറത്ത് കിടക്കാൻ തീരുമാനിച്ചു. നിങ്ങളൊരു സ്റ്റെപ്പ് എടുത്തപ്പോൾ തന്നെ ചിലപ്പോൾ ഈ ഒരു വ്യക്തി അത് തിരിച്ചറിഞ്ഞ് ഇപ്പോൾ അവനവൻ്റെ പ്രശ്നങ്ങളും മിസ്റ്റേക്സൊക്കെ തിരിച്ചറിഞ്ഞ് മാറ്റി നിങ്ങളിലേക്ക് വീണ്ടും ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ട്, ഒരു നല്ല ജീവിതം നിങ്ങൾക്ക് കിട്ടാൻ ഉള്ളൊരു ചാൻസും ഇതിനകത്തുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേറെ ഒരു ചോയ്സ് ഉണ്ടെന്നും കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങൾ ഉണ്ടായിരുന്ന ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും റിലീസാകുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സോൾ കോൺട്രാക്റ്റ് അനുസരിച്ചുള്ള ഒരു വ്യക്തി, നിങ്ങളെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാനും സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. പിന്നെ നൈറ്റ് ഓഫ് ഫയർ ആണ് ഇതിനകത്ത് ബോട്ടം വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വളരെ കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത്. നമുക്ക് ഈ ഡെക്കിൽ നിന്നുകൂടി നമുക്ക് എന്താണ് എന്ന് നമുക്ക് നോക്കാം. പേജ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പുതിയ കാര്യങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്, അത് ശരിക്കും അത് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൊമോഷൻ ആഗ്രഹിച്ചിരുന്നെങ്കിലോ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിലോ അത് തീർച്ചയായിട്ടും അതിൽ നിങ്ങൾക്ക് ഒരു സക്സസ് ആണ് കിട്ടുന്നതെന്നാണ്. കാരണം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഈ ക്യൂൻ ഓഫ് സോർട്സ് എന്ന് പറയുമ്പം നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ മാറ്റം വരുന്നു എന്ന് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചില ആൾക്കാർക്ക് അവർ ഇമോഷൻസ് എന്നൊക്കെ മാറി ഈ ഇമോഷൻ ഒന്നും വലിയ കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ ഹോൾഡ് ചെയ്തിരുന്ന ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള എല്ലാ സിറ്റുവേഷൻസും നിങ്ങൾക്ക് എൻഡ് ആക്കാൻ പറ്റുന്നുണ്ട്. വളരെ ദൃഢനിശ്ചയത്തോടു കൂടി മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. റിലേഷൻഷിപ്പ് ഇഷ്യൂവിൽ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് കടന്നു വന്ന ആൾക്കാർ ആ ഒരു പെയിൻ എൻഡ് ആകുന്നൊരു സമയമാണിത്. നോക്കാം. 4 ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ശരിക്കും ചില ആൾക്കാർക്ക് ഈ ഒരു സമയം ഒരു റെസ്റ്റിംഗ് പീരീഡ് പോലെയാണ്. അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഈ സമയത്തൊരു സർജറിയോ എന്തെങ്കിലും നടക്കുന്നുണ്ടായിരിക്കാം കുറച്ച് ആൾക്കാർക്ക്. അപ്പോൾ ആ ഒരു അസുഖത്തിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായും വിട്ട് മാറുന്നൊരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. ഒന്ന് റെസ്റ്റ് എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ഒരു അസുഖമൊന്നും ഇല്ലെങ്കിൽ പോലും കുറച്ച് കാലം ഒരു ഷോർട്ട് ബ്രേക്ക് എടുത്ത് നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയോ അങ്ങനെ എവിടെയെങ്കിലും താമസിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ എല്ലാ ആൾക്കാരിൽ നിന്നും വിട്ട് ഒന്ന് മാറി നിൽക്കാൻ നിങ്ങൾക്ക് തോന്നുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്.
സിക്സ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ കുറച്ചധികം ആൾക്കാർക്കും ഇത് നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള ഒരു ചിലപ്പോൾ സക്സസ്, അത് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ച് ഇരുന്നത് ഇത്രയും കാലം, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പ്രൊമോഷൻ കിട്ടുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു ജോലി കിട്ടുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. നിങ്ങൾ ആ ഒരു കാര്യത്തിൽ വളരെ ഹാപ്പി ആണെന്നാണ് കാണുന്നത്. മൂൺ കാർഡാണ്, സൈക്കിക് എബിലിറ്റിയാണ്. നിങ്ങൾ സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, കാരണം ഇതിൽ ഹെർമിറ്റും വേക്കണിങ്ങും ഒക്കെ വന്നിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ സോൾ അത് ആഗ്രഹിക്കുന്നു. അപ്പം നിങ്ങൾ കൂടുതൽ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇത്രയും കാലം നിങ്ങൾ ഈ ഒരു മെറ്റീരിയൽ ലൈഫിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഈവൻ ഫിനാൻഷ്യൽ ക്രൈസിസ് ഒരുപാട് വന്നിട്ടുണ്ടായിരിക്കാം. ഇമോഷണലി നിങ്ങളെ തകർത്തി കളഞ്ഞ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരിക്കാം. ഇതൊന്നൊക്കെ മാറിയിട്ട് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ സോൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഒക്കെ, അല്ലെങ്കിൽ ധ്യാനം കൂടാൻ പോകാനൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അതിലേക്ക് ഈ സമയം അത് പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം, ധ്യാനം കൂടാൻ പോകാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു യാത്ര, ചില പിൽഗ്രിമേജസ് ഒക്കെ സന്ദർശിക്കാനുള്ള ഒരു പ്ലാനിങ് ഈ സമയം നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം. അതൊരു ചില ആൾക്കാർ അതൊരു ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു എനർജി ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഉടനെ തന്നെ, അല്ലെങ്കിൽ ഈ സമയം ഒരു വലിയ ട്രിപ്പ് കഴിഞ്ഞ് വന്ന ആൾക്കാരാണെങ്കിൽ ആ സമയത്ത് ശരിക്കും അതിൻ്റെ ഒരു മാറ്റം അവർക്കുണ്ട് എന്നുള്ളതാണ്. മനസ്സിന് നല്ല സമാധാനവും സന്തോഷവും, ശരിക്കും സന്തോഷം എന്നതിലുപരി നല്ല മനസ്സമാധാനം, വളരെ കൂളായിട്ടിരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ സമയത്ത് നിങ്ങളുടെ ഒരു അനുഗ്രഹമായിട്ട് കാണാൻ പറ്റുന്നത്. ഏത് പ്രശ്നത്തെയും വളരെ കൂളായിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ, നിങ്ങളുടെ അടുത്ത ഈ വരുന്ന സമയത്ത്. എത്ര വലിയ ഇഷ്യൂസ് വന്നാലും നിങ്ങളതൊന്നും വലിയ കാര്യമാക്കാനില്ല എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നുന്നു. നിങ്ങൾ സറണ്ടർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ നിങ്ങൾ മെച്ചുവേർഡ് ആകുമെന്നാണ് കാണുന്നത്. ടു ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആൾക്കാർക്ക് അതും സറണ്ടർ ചെയ്ത് കൊടുക്കുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ കരിയർ ആയിരിക്കാം. നിങ്ങൾക്ക് പറ്റാത്ത ഒരു സ്ഥലത്താണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ സിറ്റുവേഷനുമായിട്ട് നിങ്ങൾക്ക് ഒട്ടും മാച്ചാകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് ഒരു സിങ്ക് ആകാൻ പറ്റുന്നില്ല എങ്കിൽ കുറച്ച് കാലം കൊണ്ട് നിങ്ങൾ ഇത് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് വളരെയധികം ടെൻഷൻ അടിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ ഈ സമയം നിങ്ങൾ ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളത് സറണ്ടർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു സ്ട്രഗ്ലിങ് എനിക്ക് ഈ സമയത്ത് വേണ്ടത് തന്നെയാണ്, ഇതൊന്നും ഞാൻ കുറച്ച് പാഠങ്ങൾ പഠിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളത് സറണ്ടർ ചെയ്തിട്ടുണ്ട്. ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് ഇപ്പോഴും പറ്റുന്നില്ല, പക്ഷെ നിങ്ങൾ സറണ്ടർ ചെയ്തു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. എംബററിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. പ്രമോഷൻ ആഗ്രഹിച്ചിരുന്ന ആൾക്കാർക്ക് അത് കിട്ടുന്നുണ്ട്. മറ്റുള്ളവരെല്ലാവരും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യും, നിങ്ങളെ അംഗീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ട അംഗീകാരം മറ്റുള്ളവർ തരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ പാസ്റ്റിൽ ശരിക്കും കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യങ്ങളും മറ്റുള്ളവർ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട പ്രൊമോഷൻ മറ്റുള്ളവർ തടഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കാം. ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സമയം ആർക്കും അതിനൊന്നും നിങ്ങൾക്കെതിരായിട്ട് ആർക്കും നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് കടന്നു പോകും എന്നുള്ളതാണ്. കാരണം നിങ്ങളിതൊന്നും ആഗ്രഹിക്കാതെ നിങ്ങളൊരു ഹെർമിറ്റിൻ്റെ അവസ്ഥയിലാണ്. എല്ലാം സറണ്ടർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നിങ്ങൾ അത്രയും മെച്ചുവേർഡായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയ സമയത്ത് നിങ്ങൾക്ക് എതിരാളികളൊന്നും ഇല്ല എന്ന് നിങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് നിങ്ങൾ മറ്റുള്ളവരെല്ലാം നിങ്ങൾക്കെതിരായിട്ട് ഇരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ വരുന്ന സമയങ്ങളിൽ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ആർക്കും എതിരാളികൾ ആരും തന്നെ ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ആർക്കും തിരിച്ച് നിങ്ങളെ എതിരായിട്ട് കാണാൻ പറ്റില്ല. അപ്പം അങ്ങനെ മറ്റുള്ളവരും നിങ്ങളുടെ എതിരായി നിന്ന മറ്റുള്ളവരെല്ലാവരും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന പ്രൊമോഷനോ ഇൻക്രിമെൻറ്റോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കത് കിട്ടുന്നു എന്നുള്ളതാണ് കാണുന്നത്. ടെൻ ഓഫ് വാൺസിൻ്റെ എനർജിയാണ്.
ഇതിനകത്ത് കുറേയധികം ബർഡൻ ചുമന്നുകൊണ്ട് പോകുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. കാരണം കുറേ കാർമിക് ഡെപ്റ്റുകൾ ഇങ്ങനെ ചുമലിൽ പൊക്കോണ്ടിരുന്ന ആൾക്കാർ വെച്ച് നിങ്ങളുടേതും മറ്റുള്ളവരുടേതും നിങ്ങളുടെ ഒരു ഡെപ്റ്റ് കൊണ്ട് കർമ്മക്കടങ്ങളും ഉണ്ട്. പിന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാരെ നിങ്ങൾ സന്തോഷപൂർവ്വം ചിലപ്പോൾ സ്വീകരിച്ച് നിങ്ങളിൽ വെച്ചതായിരിക്കാം. മറ്റുള്ളവരുടെ കർമ്മം മറ്റുള്ളവരെ അനുഭവിക്കാൻ സമ്മതിക്കാതെ നിങ്ങൾ ആ ഒരു ഇത് നിങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് എൻ്റെ ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഫേസ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഡാർക്ക് ഫേസ് എന്ന് വേണമെങ്കിൽ പറയാം. അത് എൻ്റെ ആയി ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ട് ഉണ്ടാകുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയും അത് സമൂഹത്തിന് വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യുന്നതാണ് കാരണം ഈ ഹെർമിറ്റ്. കാരണം നിങ്ങൾക്ക് ചിലപ്പം മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കാനും ഒക്കെ നിങ്ങൾക്ക് പറ്റുമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഹീലർമാരായിരിക്കാം ചില ആൾക്കാർ. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ട അഡ്വൈസ് കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ ഈ കർമ്മത്തിൻ്റെ കടമൊക്കെ ഈ സമയം തന്നെ റിലീസ് ആകുന്നത് കൊണ്ടാണ് ഒരു ന്യൂ സ്റ്റാർട്ട് നിങ്ങൾക്ക് വരുന്നത്. പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഒരു പ്രണയം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതുപോലെ ഒരു പ്രണയം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഇതിൽ വളരെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ലെങ്കിൽ പോലും ആ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത്. അപ്പോൾ പൊതുവെ നിങ്ങളുടെ അടുത്ത ജീവിതത്തിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ സമാധാനപരമായിരിക്കും എന്നാണ് കാണുന്നത്. കാരണം 10 ഓഫ് പെന്റക്കിൾസ് ആണ്. ഇപ്പോൾ ഫാമിലി ലൈഫും വളരെയധികം സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എന്തെങ്കിലും തരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് അതൊക്കെ എൻഡ് ആക്കി അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാക്കാനുള്ള ഒരു സാധ്യതയാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടുത്ത അധ്യായം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പോഴത്തെ എന്താണെന്ന് നിങ്ങളൊന്ന് ദയവായി കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കിത് ആക്യുറേറ്റ് ആയിട്ട് തോന്നിയാൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.